ലാൽസലാം തുടക്കത്തിൻ്റെ മൂന്നാം ദിനം ഞായറാഴ്ച കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയോട് ചെയ്യുന്നു. ഇന്ന് സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 3,70,00,000 രൂപ കടന്നിരിക്കുന്നു. രാത്രി 10 മണിക്ക് മുമ്പുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ്. അതായത് ഇപ്പോൾ തന്നെ 4 കോടിക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ എത്തിയിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ ഇന്ന് പ്രതീക്ഷിക്കുന്നത് 4.5 കോടിയോളം, അതായത് ഒരു കൊടൂര തൂക്കിയടി തന്നെ നമ്മളിവിടെ പ്രതീക്ഷിക്കുകയാണ്. 1229 ഷോകളാണ് ഇപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2,22,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിറ്റുപോയത് ആദ്യ ദിനം 1,38,000 ടിക്കറ്റ് ആയിരുന്നെങ്കിൽ രണ്ടാം ദിനം 1,95,000 ആയിരുന്നു. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന 2,50,000-അടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുമെന്നുള്ളതാണ്. ഇതുവരെ 2,22,000 ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകളാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നുകൊണ്ട് സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തുകയാണ്. അതായത് ആദ്യ ദിനം 2,60,00,000 രൂപ, രണ്ടാം ദിനം 3,60,00,000 രൂപ, മൂന്നാം ദിനം 4,50,00,000 രൂപയ്ക്ക് മുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് 11 കോടിക്ക് മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ഇനിയും സിനിമയുടെ ഒരു പുത്തൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. വേറെ ഒന്നുമല്ല, 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 6,35,00,000 രൂപ നേടിയ ചിത്രം കർണാടകത്തിൽ നിന്ന് 51,00,000 രൂപയും, തമിഴ്നാട്ടിൽ നിന്ന് 14,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 27,00,000 രൂപയുമാണ് സിനിമ നേടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രം, അതായത് ഇന്ത്യ കളക്ഷൻ മാത്രമായി 7,27,00,000 രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോഴാണ് ലഭ്യമായിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. $845,000 2 ദിനങ്ങൾ കൊണ്ട് നേടിയത്. അതായത് 8,04,00,000 രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇന്ന് മൂന്നാം ദിനമാകുമ്പോഴത്തേക്ക് ഏത് റേഞ്ചിലേക്ക് കടന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ടോട്ടൽ വേൾഡ് വൈഡ് 2 ദിനങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നത് 15,31,00,000 രൂപയാണ്. അതായത് ഇന്നത്തോടെ സിനിമ 22 കോടി 23 കോടി റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് 20 കോടി ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണെങ്കിൽ ഇന്ന് 22 കോടിയും കഴിഞ്ഞ് 24 കോടി റേഞ്ചിലേക്ക് എത്താനുള്ള ചാൻസുകൾ ഏറെ എന്നുള്ളതാണ്. ഇന്ന് ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4.5 കോടി നേടുമ്പോൾ വേൾഡ് വൈഡായിട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 കോടിക്കും കൂടെ മുകളിലാണ്. അതായത് മൊത്തം 7 കോടിക്ക് മുകളിൽ ഇന്ന് ലഭിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഒരു ഗംഭീര വിരുന്നാണ്. 4-ാം ദിനം കൊണ്ട് സിനിമ 25 കോടിയിലേക്ക് എത്തുന്നു. വിസ്മയ മോഹൻലാലിൻ്റെ തകർപ്പൻ സിനിമ, ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ ഗംഭീര സിനിമ, മോഹൻലാലിൻ്റെ ഗംഭീരമായിട്ടുള്ള ക്യാമിയോ റോൾ, ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ജെക്സ് ബിജോയുടെ മികച്ച മ്യൂസിക് എല്ലാം കൂടെ വരുമ്പോൾ ഒരു ഗംഭീര സിനിമ ഉയർന്നിരിക്കുന്നത്. എന്താണേലും നിങ്ങൾ ആരൊക്കെയാണ് ഇന്ന് സിനിമയ്ക്ക് പോയിട്ട് ടിക്കറ്റ് കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയാം. എന്താണേലും മലയാള സിനിമയിൽ വീണ്ടും ഒരു 25 കോടി കടക്കുന്നു. 50 കോടിയിലേക്ക് എന്ന് എത്തുമെന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. ലാൽസലാം.